ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാവർക്കും ക്രിസ്തയേശുവിൽ സ്നേഹവന്ദനം. ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ നാം വീണു പോകാതെ, തളർന്നു പോകാതെ, ലജ്ജിച്ചു പോകാതെ നിലനിർത്തുന്നത് പ്രകാശമായ ദൈവവചനമാണ്. ആ വചനത്തിൻ്റെ ആലോചനകളെയാണ് വീണ്ടും ഒരിക്കൽ കൂടെ നിങ്ങളോടൊപ്പം ഞാൻ പങ്കിടുവാൻ ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ ധ്യാനത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായം അതിന് 2-ാമത്തെ വാക്യം. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. ഇന്ന് ടെക്നോളജികളൊക്കെയും വളർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് മനുഷ്യൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ അറിവുകളുടെ കാലങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ എല്ലാം മനുഷ്യന് നന്നായി വരണമെന്നില്ല. അറിവുകൾ ബന്ധനങ്ങളാകുന്ന ഒരു കാലമാണ്. അറിവുകൾ അറിവുകേടാകുന്ന ഒരു കാലമാണ്. നല്ലതും തീയതും തിരിച്ചറിയുവാൻ സുബോധമില്ലാത്ത ഒരു തലമുറ. ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന നല്ല അറിവുകളാണ് ഒരു മനുഷ്യനെ മാതൃകാപരമായ ജീവിതത്തിന് വേണ്ടി ഒരുക്കുന്നത്. അതുകൊണ്ട് എല്ലാ അറിവുകളും മനുഷ്യന് നന്നായി വരണമെന്നില്ല. ചിലപ്പോൾ അവൻ്റെ ഭൗതികമായ സ്റ്റെബിലിറ്റി ഉയർത്തുന്നതായിരിക്കാം അറിവുകൾ. പക്ഷേ അവൻ്റെ ഉള്ളിലെ സ്വാഭാവിക ജീവിതത്തിൽ ഒരു ആത്മനിയന്ത്രണം ഇല്ല എങ്കിൽ അവൻ്റെ അറിവുകൾ കൊണ്ട് അവനെ ഈ ഭൂതലത്തിൽ ഒരു സാക്ഷ്യമുള്ള ജീവിതം നയിക്കുവാൻ കഴിയുകയില്ല. ഇവിടെ പൗലോസ് പറയുന്ന ചില ചിന്തകളാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. 12-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. പൗലോസിന്റെ സ്വാഭാവിക ജീവിത തലങ്ങളൊക്കെ നമുക്കറിയാം. ക്രിസ്തു വിദ്വേഷത്തിന്റെ വിത്തുകൾ പാകി വളർന്ന ഒരു വ്യക്തിത്വമാണ് പൗലോസ്. ദൈവ മക്കൾക്ക് എതിരെ ഒരു കരിനിഴലായി പ്രവർത്തിച്ച ഒരു വ്യക്തിത്വമാണ് പൗലോസ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ക്രിസ്തു പ്രകാശ താരയിൽ ഈ പൗലോസ് വന്നു എന്നുള്ളത് നമുക്കറിയാം. അവൻ്റെ ഭൗതികമായ വെളിച്ചം അസ്തമിക്കുമ്പോഴാണ് അവൻ്റെ ജീവിതം സ്വാഭാവികമായ ഇരുട്ടിലേക്ക് നീങ്ങുന്നത്. ഈ ഇരുട്ട് മാറുവാൻ വേണ്ടി അവൻ ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. നീ ആരാകുന്നു കർത്താവേ എന്ന ചോദ്യത്തിന് മുൻപിൽ നീ ഉപദ്രവിക്കുന്ന ക്രിസ്തുവാകുന്നു എന്നുള്ള ആ വാക്കിൽ നിന്ന് എൻ്റെ ഇന്ന് വ്യാപിച്ചിരിക്കുന്ന ഇരുട്ടിൻ്റെ ഒരു വലിയ കാരണം പൗലോസ് കണ്ടെത്തുകയാണ്. അങ്ങനെ പൗലോസിന് ഒരു വലിയ ദർശനവും ദൗത്യവും ജീവിതത്തിൽ ലഭിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പൗലോസ് ശക്തമായിട്ടുള്ള ഒരു ആത്മീയ വര്യനായിട്ട് പൗലോസ് മാറ്റപ്പെടുകയാണ്. അതിനുശേഷമുള്ള തൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിനെ കൂടാതെ താൻ ഈ ലോകത്ത് പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. തൻ്റെ എല്ലാ തലങ്ങളിലും ക്രിസ്തുവിൻ്റെ സ്വാഭാവികമായ മുഖം കണ്ടെത്തുവാൻ തയ്യാറായി എന്നുള്ളതാണ്. അത് തൻ്റെ ഔന്നത്യങ്ങളിൽ മാത്രമല്ല, തൻ്റെ സാധാരണ ജീവിതത്തിൽ ബലഹീനതകളിൽ ഏത് രംഗത്തും ഏത് സ്ഥാനത്തും ദൈവമുഖം കണ്ടെത്തുവാൻ ആരംഭിച്ചതു മുതൽ പൗലോസിന്റെ ജീവിതത്തിന് പുതിയ അധ്യായത്തിന് തുടക്കം കുറിക്കുകയാണ്. ഇവിടെയാണ് പൗലോസ് പറയുന്നൊരു സാക്ഷ്യം ഏറ്റവും അർത്ഥവത്താകുന്നത്. ഞാൻ ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ അറിയുന്നു. ഐ നോ എ മാൻ ഇൻ ക്രൈസ്റ്റ്. അറിവുകളുടെ ഒരു വലിയ കാലഘട്ടത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ മനുഷ്യൻ തങ്ങൾക്ക് ലഭിക്കുന്ന സ്വാഭാവികമായ അറിവുകളെ അറിവുകേടാക്കി തീർക്കുന്ന ഒരു കാലഘട്ടമാണ്. ഭൗതികമായി അർത്ഥം നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങളുടെ പിന്നാലെ മനുഷ്യൻ പരക്കം പായുമ്പോൾ അവൻ സമ്പാദിച്ച അറിവുകളെല്ലാം ഇരുട്ടായി മാറുകയാണ്. അവൻ ലജ്ജയ്ക്കും നിന്ദയ്ക്കും അവൻ പാത്രമായി മാറുകയാണ്. ഈ കാലഘട്ടത്തിൽ തന്നെ എത്രയോ ഉന്നതമായ അറിവുകൾ നേടുന്നവർ ഈ ലോകത്തിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ വീണു പോവുകയാണ്. ഇന്നത്തെ തലമുറകളായാലും അങ്ങനെ തന്നെയാണ്. ഇന്ന് ഈ ലോകത്തിൻ്റെ പല അറിവുകൾ സമ്പാദിച്ച് ഇരുട്ടിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായി തങ്ങൾ നേടുന്ന അറിവുകൾ ഏറ്റവും ഉന്നതമെന്ന് കരുതുമ്പോഴും പൊടുന്നനെ തന്നെ ആ സമ്പാദിച്ച അറിവിൻ്റെ ഇരുട്ടിലേക്ക് ഇന്നത്തെ തലമുറകൾ നടന്ന് അകലുകയാണ്. അറിവുകൾ നമുക്ക് എത്രയും സമ്പാദിക്കാം. നമുക്ക് എന്ത് അറിവുകൾ നേടുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. ഈ ലോകത്തിൽ ലഭ്യമാകുന്ന അറിവുകളിലേക്ക് നമുക്ക് സഞ്ചരിക്കാം. ഇന്നത്തെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളും ശാസ്ത്രജ്ഞന്മാരും അറിവുകൾ സമ്പാദിച്ച് അവർ
ഈ സമൂഹത്തിന് വിലപ്പെട്ട സംഭാവനകൾ നൽകിയവരാണ്. പക്ഷേ അവരുടെ ഉള്ളിലും ഒരു ദൈവാധിപത്യം അല്ലെങ്കിൽ ഒരു ക്രിസ്തുഭാവം, ഒരു ക്രിസ്തുവിന്റെ ആധിപത്യത്തിലൂടെ സഞ്ചരിച്ച് ഈ ലോകത്തിന് വിലപ്പെട്ട സംഭാവനകൾ നൽകിയവരാണ്. അവരുടെ ജീവിത ചരിത്ര ഏടുകൾ പഠിക്കുമ്പോൾ മാതാപിതാക്കൾ വളരെ ഭക്തിയോടുകൂടെ ജീവിച്ച് മക്കളെ വളരെ ദാരിദ്ര്യത്തിലും വളരെ പ്രതിജ്ഞാബദ്ധമായ ജീവിതത്തോടുകൂടെ ദൈവഭക്തി വളർത്തിയെടുത്തു, വചനാധിഷ്ഠിതമായി വളർത്തിയെടുത്തു. ആ മാതാപിതാക്കളുടെ പ്രാർത്ഥനയാണ്, അവർ അറിഞ്ഞ ദൈവത്തിലുള്ള അറിവാണ് തൻ്റെ തലമുറകളെ ഇഹലോകത്ത് ഏറ്റവും സാമർഥ്യവും മിടുക്കുമുള്ളവരാക്കി തീർത്തത്. തലമുറകൾക്ക് വിലപ്പെട്ട സംഭാവനകൾ ഈ സമൂഹത്തിന് നൽകാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അറിവുകൾ ഏറ്റവും നല്ലതാണ്. അതിൻ്റെ ഉള്ളിൽ നമ്മെ നടത്തുന്ന, ശക്തിപ്പെടുത്തുന്ന ക്രിസ്തുവിനെ അറിയുമ്പോഴാണ് നമ്മുടെ അറിവുകൾ ഏറ്റവും വിലപ്പെട്ടതായി തീരുന്നത്. അല്ലാത്ത പക്ഷം നമ്മുടെ അറിവുകൾ നമ്മൾ എത്ര സമ്പാദിച്ചാലും നമ്മിൽ ആകൃഷ്ടമുളവാക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ അറിവുകൾ ഇവയുടെ മുൻപിൽ ഒന്നുമല്ലാതാകുന്നു. ആ അറിവുകളെ ഇവയ്ക്ക് മുമ്പിൽ അടിയറവ് വെച്ച് നമ്മുടെ ജീവിതം ഈ ലോകത്തിന്റെ ഇരുട്ടിനും നിന്ദയ്ക്കും ലജ്ജയ്ക്കും പാത്രമായി തീരുന്നു എന്നുള്ളതാണ്. ഈ ചിന്തയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഏത് തലത്തിൽ ഉയർന്നാലും ക്രിസ്തുവിനെ അറിയുന്ന ജീവിതം നേടുക, ക്രിസ്തുവിനെ അറിയുന്നവരായി തീരുക. പ്രാർത്ഥനകളിലൂടെയാകാം, ധ്യാനങ്ങളിലൂടെയാകാം, തിരുവചന പാരായണങ്ങളിലൂടെയാകാം. ക്രിസ്തുവിനെ അറിയുന്ന ഒരറിവാണ് ഇഹലോകത്ത് ഒരു മനുഷ്യന്റെ, ഒരു വ്യക്തിത്വത്തിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ എത്ര അറിവുകൾ സമ്പാദിച്ചാലും മനുഷ്യന്റെ അറിവിനൊത്തവണ്ണം ഈ ഭൂതലത്തിൽ അവന് ജീവിതത്തെ വളർത്തിയെടുക്കുവാനോ പൂർത്തീകരിക്കാനോ കഴിയുന്നില്ല. ഏതെങ്കിലും അറിവ് കേടുകളിൽ അവർ ചെന്ന് നിബന്ധിക്കുകയും ചെയ്യുന്നു. അതിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ളൊരു ചിന്തയാണ് ശിംശോന്റെ ജീവിതം. ദൈവത്തെ അറിഞ്ഞവനാണ്. അറിഞ്ഞ തലത്തിൽ അവന്റെ ജീവിതത്തിലുണ്ടായ നന്മകൾ വളരെ പവർഫുള്ളായിരുന്നു, സ്ട്രോങ് ആയിരുന്നു. അവൻ ജീവിതത്തിൽ ആത്മീകമായ യാതൊരു ബലഹീനത അവന്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. പക്ഷെ എപ്പോഴാണോ ആ അറിവിനെ മാറ്റി നിർത്തി ഇവൻ ഭൗതിക തലത്തിലുള്ള അറിവ് നേടാൻ തുടങ്ങിയത്, ആ അറിവ് അവന്റെ ജീവിതത്തിന്റെ അവയവങ്ങൾ അവരെ ചൂഴ്ന്നെടുക്കുന്ന തരത്തിൽ ആ അറിവ് അവനെ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ്. ആ അറിവുകളിൽ അവൻ ആകൃഷ്ടനാകാനും അവൻ ഇൻപപ്പെടുവാനും അതിൽ ഈടുപെടുവാനും തുടങ്ങിയപ്പോൾ ആ അറിവുകൾ അവന്റെ ജീവിതത്തെ തന്നെ തകർക്കുന്ന തരത്തിൽ കൊണ്ടെത്തിച്ചു. ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു, യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നു, നിങ്ങൾ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് നടക്കുവാൻ നോക്കുവിൻ. ഈ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യമായിരിക്കുന്നത് ജ്ഞാനമാണ്, നല്ല അറിവുകളാണ്. നല്ല അറിവുകളുമുണ്ട്, ആകാത്ത അറിവുകളുമുണ്ട്. ഒരു ദൈവ പൈതൽ നേടേണ്ടത് നല്ല അറിവുകളാണ്, നന്മയാർന്ന അറിവുകളാണ്. ആ അറിവുകളാണ് ഭൗതികമായ തലത്തിൽ നല്ല വ്യക്തിത്വമായി നിലകൊള്ളുവാനായിട്ട് സഹായിക്കുന്നത്. അതിന് ദൈവത്തെ അറിയുന്ന അറിവാണ് അവൻ്റെ ഉള്ളിൽ ജ്വലിക്കുന്നുവെങ്കിൽ, അവൻ്റെ ഉള്ളിൽ കത്തുന്നുവെങ്കിൽ നിശ്ചയമായും ആ അറിവ് അവനെ ജ്ഞാനിയാക്കി തീർക്കും, ഉന്നതമായ തലങ്ങളിൽ അവനെ കൊണ്ടെത്തിക്കും. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് പല യുവാക്കളുടെ ജീവിതത്തിൽ ദൈവഭക്തിയോടെ ആലയവുമായുള്ള ബന്ധത്തിൽ, സജീവ ബന്ധത്തിൽ അവർ വളരുകയും പ്രവർത്തിക്കുകയും തങ്ങളുടെ യൗവനകാലത്തിൽ സൃഷ്ടാവിനെ അറിയുന്ന ആ വലിയ ജീവിതത്തിന് ഉടമസ്ഥരായി തീർന്ന അനേക യുവജനങ്ങളുണ്ട്. ഇത് പറയുവാനൊരു സാക്ഷ്യമാണ്. അവരെല്ലാം ഇന്ന് ഓരോരോ ജോലികളിൽ എത്തിപ്പെടുകയും അവിടെ നിന്ന് അടുത്ത തലങ്ങളിലേക്ക് അവർ ഉയർത്തപ്പെടുകയും ചെയ്തു. ഇന്നും അവർ ദൈവത്തിന് സാക്ഷ്യമായിട്ട് ജീവിക്കുകയാണ്. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ അറിയുന്ന അനുഭവം എന്ന് പറയുന്നത് അത് ചെറുതല്ല, അത് വലുതാണ്. അത് സമർപ്പണത്തോടെ നമ്മൾ സൂക്ഷിക്കേണ്ട ഒന്നാണ്. അതുകൊണ്ട് പൗലോസ് പറയുന്ന ഒരു സാക്ഷ്യം നമ്മൾ വളരെ വ്യക്തമായി മുറുകെ പിടിക്കേണ്ടതുണ്ട്. ഞാൻ ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ അറിയുന്നു. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ കർത്താവേ, സ്വർഗീയ പിതാവേ, പൗലോസിനെ പോലെ ഈ ലോകപരമായ അറിവുകളേറെ നേടിയവനും സമ്പാദിച്ചവനും ദൈവസന്നിധിയിൽ അവൻ വീണുപോയി, അവൻ തകർന്നുപോയി. ഒടുവിൽ ദൈവം ആ ഒരു വലിയ അറിവിൻ്റെ തലത്തിലേക്ക് ഉയർത്തി മാനിച്ചു. അവൻ ദൈവവിചാരമുള്ളവനായും ദർശനമുള്ളവനായും തീർന്നു. പിന്നെ ദൈവിക സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടുവാൻ പഠിച്ചു. ഏത് സാഹചര്യങ്ങളോടും അവൻ നിലനിൽക്കുവാൻ പഠിച്ചു. അവനെ ദൈവം ഉയർത്തി അനുഗ്രഹിച്ചു. ഈ നാളുകളിലും കർത്താവെ,
ഭൗതികമായ അറിവുകൾ നേടി നമ്മൾ എത്ര ഉയർന്നാലും വളർന്നാലും നമ്മൾ ഏത് സ്ഥാനത്ത് വീണു പോകുവാൻ പാകത്തിലാണ് നിൽക്കുന്നത്. എന്നാൽ പൗലോസിനെ പോലെ ദൈവഹിതത്തെ തിരിച്ചറിഞ്ഞ് നമ്മൾ വളരുമ്പോൾ ദൈവം നമ്മെ ഏറെ വളർത്തുകയും ഉയർത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ആ ദൈവിക സാഹചര്യത്തോട് നമുക്ക് പൊരുത്തപ്പെട്ട് വളരുവാൻ കഴിയുന്നുവല്ലോ. ഈ വചനധ്യാനത്തിലൂടെ ഓരോ മക്കളെ അതിനുവേണ്ടി ഒരുക്കണമേ. ക്രിസ്തുവിലുള്ള മനുഷ്യനെ അറിയുന്നുവെന്നതുപോലെ നാം ദൈവത്തെ അറിഞ്ഞ് ജീവിപ്പാൻ സഹായിക്കണമേ. ഇന്നത്തെ വചനധ്യാനം എല്ലാവർക്കും അനുഗ്രഹമായി തീർന്ന് അതിനനുസരിച്ച് ജീവിതത്തെ ഒരുക്കുവാൻ ക്രമപ്പെടുത്തുവാൻ സഹായിക്കും. യേശു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.